ഹലോ ഗൈസ്, വി ആർ ബാക്ക്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വി ആർ ബാക്ക് അല്ല, ഇതെൻ്റെ പുതിയ ചാനലാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങൾ ആ വീഡിയോനെയാണ് നമ്മൾ എടുക്കുന്നത്. ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണം, കൂടെ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിയാക്ഷൻ വീഡിയോ ആണ് എൻ്റെ ചാനലിലേക്ക് പറഞ്ഞാൽ മതി. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മെഹുലിന് 2 ദിവസമായി ഉറക്കമില്ല. മെഹുൽ ഒരു കേസ് അന്വേഷിക്കുകയാണ്. അത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണ്. മെഹുലിന് ക്രിമിനലിനെ കണ്ടെത്താനായില്ല. മിസ്റ്റർ മെഹ്റ ഹോട്ടൽ നമ്പർ 303 കൊല്ലപ്പെട്ടു. മിസ്റ്റർ മെഹ്റ മദ്യപിച്ചിരുന്നു. എന്നാൽ അവിടെ ബോട്ടിലൊന്നുമില്ല, വിഷത്തിന്റെ കുപ്പികളുമില്ല, റൂമിൽ ജനാലകളുമില്ല. റൂം അകത്തുനിന്ന് പൂട്ടിയിരുന്നു. വെയിറ്റർ വന്ന് റൂം തുറന്നപ്പോൾ മിസ്റ്റർ മെഹ്റ മരിച്ചതായി കണ്ടു. ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: എങ്ങനെ മെഹ്റ കൊല്ലപ്പെട്ടു? മിസ്റ്റർ മെഹ്റ എങ്ങനെ മദ്യപിച്ചു? കൊല നടത്തിയ ആൾ എങ്ങനെ രക്ഷപ്പെട്ടു? ബോഡിക്കടുത്തായി ഒരു നെട്ടുണ്ടായിരുന്നു. അത് എവിടുന്ന് വന്നു? മെഹുൽ റൂമിൽ CCTV ഫുട്ടേജസ് നോക്കി. റൂമിൽ ആരും കയറിയിട്ടില്ല. മിസ്റ്റർ മെഹ്റ അകത്തോ പുറത്തോ പോയിട്ടില്ല. മെഹുൽ അതീവ ശ്രദ്ധയോടെ കേസ് നോക്കി. മിസ്റ്റർ മെഹ്റയുടെ ബോഡി നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലൂ പറയാൻ സാധിക്കുമോ? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യൂ. പിറകിൽ എന്തോ പറ്റിയതിന്റെ പാടുണ്ട്. അതായത് ബോഡി എവിടെ നിന്നോ വലിച്ചഴിച്ച് കൊണ്ടുവന്നതാണ്. എന്നാൽ CCTV ഫുട്ടേജിൽ മെഹ്റ സാധാരണ രീതിയിലാണ് റൂമിലെത്തിയത്. ഇതെങ്ങനെ നടക്കും? ചിലപ്പോൾ റൂമിലെത്താൻ മറ്റൊരു വഴി കൂടി ഉണ്ടാകും. അതുവഴിയാകും ബോഡി കൊണ്ടുവന്നത്. മെഹുൽ കബോർഡ് നോക്കി, ചുവരുകൾ നോക്കി. എന്നാൽ ഒരു വഴിയും കണ്ടില്ല. മെഹുലിന് മനസ്സിലായില്ല രണ്ടാമത്തെ വഴി ഏതാണെന്ന്. പെട്ടെന്ന് മെഹുലിന്റെ ശ്രദ്ധ മുകളിലത്തെ AC ഡക്റ്റിലേക്ക് പോയി. മെഹുലിന് മനസ്സിലായി ബോഡി ഇതുവഴിയാണ് റൂമിലെത്തിയതെന്ന്. എന്നാൽ മെഹുലിന് ഇതെങ്ങനെ മനസ്സിലായി? ഈ AC ഡക്റ്റ് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുമോ? ആലോചിക്കൂ. AC ഡക്റ്റിന്റെ അടുത്തായി കറയുണ്ട്. അതായത് അത് തുറന്നിട്ടുണ്ട്. കൂടാതെ അതിന്റെ ഒരു നട്ട് മിസ്സിംഗ് ആണ്. അതാണ് ഡെഡ് ബോഡിക്ക് അരികിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ കൊല നടന്നത് മറ്റൊരിടത്താണ്. ഇതുവഴി ബോഡി ഇവിടെ കൊണ്ടുവന്നു. പക്ഷേ മെഹ്റ റൂമിന് പുറത്ത് പോയിട്ടില്ല. അപ്പോൾ മെഹ്റയും ഈ വഴിയാകും പോയത്. എന്നാൽ എന്തിനാണ് മിസ്റ്റർ മെഹ്റ ഈ വഴിയിലൂടെ പോയത്? വെയിറ്റർ പറഞ്ഞു, സർ, ഈ ഡക്റ്റ് റൂം നമ്പർ 304 കോമൺ ആണ്. വെയിറ്റർ ഉടനെ റൂം നമ്പർ 304 തുറന്നു. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്താ, നിങ്ങൾക്ക് ഈ റൂം നോക്കി എന്തെങ്കിലും ക്ലൂ പറയാൻ സാധിക്കുമോ? എത്ര ക്ലൂസ് കിട്ടി? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. ചെടിച്ചട്ടിയെല്ലാം അടിച്ച് താഴെയിട്ടേക്കുന്നു. തലാണ അതിങ്ങോട്ടും നടക്കുന്നു. കമ്പിയൊക്കെ നിലത്തും കിടക്കുന്നു. കബോർഡ് നടക്കുന്നു. ഇവിടെ മെഹുലിന് മൊത്തം 5 ക്ലൂസ് ലഭിക്കും. 1, ഈ മദ്യക്കുപ്പി. 2, ഇവിടെ 2 ഗ്ലാസുകൾ കാണാം. 3, ഈ ഇരുമ്പ് കമ്പി നോക്കൂ. 4, റൂം അലങ്കോലമാണ്. 5, കബോർഡ് തുറന്നിരിക്കുന്നു. അപ്പോൾ മിസ്റ്റർ മെഹ്റ ഇവിടെ വെച്ചാണ് മദ്യപിച്ചത്. പക്ഷേ 2 ഗ്ലാസ് ഉണ്ട്. അപ്പോൾ മെഹ്റയോടൊപ്പം മറ്റാരോ ഉണ്ടായിരുന്നു. കമ്പി ഇവിടെയുണ്ട്. അതുകൊണ്ടായിരിക്കാം മെഹ്റയെ കൊന്നത്. എന്നാൽ റൂം ഇത്ര വാരി വലിച്ചിട്ടിരിക്കുന്നത് എന്തിനാണ്? അപ്പോൾ വെയിറ്റർ പറഞ്ഞു, ഇവിടെ ആരവ് സാറാണ് താമസിക്കുന്നത്. അയാൾ ഈ റൂം ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ആരവ് റൂമിൽ എത്തിച്ചേർന്നു. എന്തു പറ്റി എന്റെ റൂമിന്? മിസ്റ്റർ മെഹ്റയെ നിങ്ങൾ എന്തിനാണ് കൊന്നത്? കൊലയോ? മിസ്റ്റർ മെഹ്റ? ആരാണ് ഈ മിസ്റ്റർ മെഹ്റ? എനിക്കറിയില്ല. ഞാൻ ഇന്നലെ എന്റെ ഗേൾഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു. ഞാൻ ഇന്നലെ ഇവിടെ വന്നതേയില്ല. അപ്പോൾ ഞാൻ എങ്ങനെ ഇത് ചെയ്യും? മെഹുൽ CCTV ഫുട്ടേജസ് നോക്കി. ആരവ് ശരിയാണ് പറയുന്നത്. അയാൾ ഇന്നലെ ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ വെയിറ്റർ പറഞ്ഞു, സർ, റൂം നമ്പർ 304 ഡക്റ്റിൽ 305 കോമൺ ആണ്. റൂം നമ്പർ 305 തുറക്കൂ. വെയിറ്റർ റൂം നമ്പർ 305 ഓപ്പൺ ചെയ്തു. റൂം വളരെ വൃത്തിയായിരിക്കുന്നു. അപ്പോൾ മെഹുലിന് ഒരു ക്ലൂ കിട്ടി. ഈ റൂം നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടുമോ? ഡസ്റ്റ്ബിൻ ശ്രദ്ധിച്ചു നോക്കൂ. ഒരു കോസ്റ്റ്യൂം അതിലുണ്ട്, വ്യത്യസ്തമായത്. ഹോട്ടലിൽ ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം എന്തിനു ധരിക്കണം? മെഹുൽ ആലോചിച്ചു. അപ്പോൾ വെയിറ്റർ പറഞ്ഞു, ഇന്നലെ ഇവിടെ ഒരു കോസ്റ്റ്യൂം പാർട്ടി ഉണ്ടായിരുന്നു. ചോദ്യം ഇതാണ്: ആരവ റൂമിൽ ഉണ്ടായിരുന്നില്ല. മെഹ്റയുടെ മരണം അവന്റെ റൂമിലല്ല. കേസ് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആകുന്നു. എന്നാൽ ഡിറ്റക്റ്റീവ് മെഹുലിന് മനസ്സിലായി എന്താണ് നടന്നതെന്ന്. എന്താ, നിങ്ങൾക്ക് പറയാമോ എന്താണ് നടന്നതെന്ന്? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. അറിയത്തില്ലാത്ത നിങ്ങൾക്ക് സംശയമുണ്ട്, സംശയമില്ല,
അറിയാമെങ്കിൽ ഒന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഇതാണ് നടന്നത്. മിസ്റ്റർ മെഹ്റ ഡക്റ്റിലൂടെ ആരവിന്റെ റൂമിലെത്തി. ആരവ് റൂമിലുണ്ടായിരുന്നില്ല. അയാൾ മദ്യപിക്കാൻ തുടങ്ങി. ആ സമയത്ത് റൂം നമ്പർ 305-ന്റെ ഡെക്കിലൂടെ കില്ലറെത്തി. അയാൾ മിസ്റ്റർ മെഹ്റയെ അടിച്ചു കൊലപ്പെടുത്തി. എന്നാൽ ഇവർ റൂമിലെത്തിയത് എന്തിനാണ്? അപ്പോൾ ആരവ് അലറി വിളിക്കാൻ തുടങ്ങി. ദൈവമേ, ഞാൻ ഇനി എന്ത് ചെയ്യും? ഞാൻ ഈ റൂമിൽ 15 ലക്ഷം രൂപ വെച്ചിരുന്നു. അത് മോഷണം പോയി. മെഹുൽ കോസ്റ്റ്യൂം പാർട്ടിയുടെ ഫോട്ടോസ് നോക്കി. അങ്ങനെ മനസ്സിലായി ആരാണ് യഥാർത്ഥ കൊലയാളിയെന്ന്. എന്താ നിങ്ങൾക്ക് പറയാമോ ഇവരിൽ ആരാണ് യഥാർത്ഥ കൊലയാളിയെന്ന്? മെഹുൽ ഇത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. ഇത് ആ രണ്ടാമത്തെ പുള്ളി ഇത് ആ കോസ്റ്റ്യൂമല്ലേ അവിടെ കിടന്നത്. കോസ്റ്റ്യൂം പാർട്ടിയുടെ തീം ചുവപ്പാണ്. എല്ലാവരും ചുവന്ന വസ്ത്രങ്ങൾ അണിഞ്ഞു. എന്നാൽ കൊലയാളി ഓറഞ്ച് വസ്ത്രം ധരിച്ചിരുന്നു. ഈ കോസ്റ്റ്യൂമാണ് റൂമിൽ നിന്ന് കിട്ടിയത്. മെഹുൽ ഹോട്ടൽ ഓണറോട് അയാളെ പറ്റി ചോദിച്ചു. എന്നാൽ അയാൾക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഈ ഹോട്ടലിൽ എത്ര പേർ ജോലി ചെയ്യുന്നുണ്ട്? ഓണർ പറഞ്ഞു, മൊത്തം 10 വെയിറ്റർമാർ ഉണ്ട്. മെഹുൽ എല്ലാവരെയും വിളിച്ചു വരുത്തി. എന്നാൽ 9 പേരേ ഉള്ളൂ. ഒരാളെവിടെ? സർ, കൊല നടന്ന ദിവസം മുതൽ അയാൾ ലീവിലാണ്. ഓണർ ആ വെയിറ്ററിന്റെ അഡ്രസ് കൊടുത്തു. മെഹുൽ ഉടനെ അയാളുടെ വീട്ടിലെത്തി. എന്നാൽ വെയിറ്റർ കൊല്ലപ്പെട്ടു. അടുത്ത ഒരു കുറിപ്പുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നു, ഞാനാണ് മെഹ്റയെ കൊന്നത്. എനിക്ക് അതിൽ കുറ്റബോധമുണ്ട്. അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. മെഹുലിന് ഉടൻ തന്നെ മനസ്സിലായി ഈ നോട്ട് വ്യാജമാണെന്ന്. മെഹുലിന് ഇത് എങ്ങനെ മനസ്സിലായി? ആലോചിക്കൂ. ഞാനാണ് മെഹ്റയെ എനിക്കതിൽ കുറ്റബോധമുണ്ട്. നോട്ടിന് മുകളിൽ ഒരു പേനയുണ്ട്. അത് കറുപ്പാണ്. നോട്ട് ചുവന്ന പേന കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ഇത് എഴുതിയത് മറ്റാരോ ആണ്. എന്നിട്ട് അതിന് മുകളിൽ പേന വെച്ചു. അപ്പോൾ കൊലയാളിയായിരിക്കും വെയിറ്ററിനെ കൊന്നത്. വെയിറ്ററിന് എന്തൊക്കെയോ അറിയാമായിരുന്നു. മെഹുൽ കോസ്റ്റ്യൂം പാർട്ടിയുടെ ഫോട്ടോസ് ശ്രദ്ധിച്ചു നോക്കി. ഉടനെ മനസ്സിലായി ഇതെല്ലാം ആരാണ് ചെയ്തതെന്ന്. എങ്ങനെ? എന്താ നിങ്ങൾക്ക് ഈ ഫോട്ടോസ് നോക്കി പറയാമോ? വേണമെങ്കിൽ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കൂ. കോസ്റ്റ്യൂം പാർട്ടിയിൽ ഓറഞ്ച് ഡ്രസ് ഇട്ട ആളുടെ ഷൂസ് നോക്കൂ. ഇത് ആരവിന്റെ ഷൂസ് ആണ്. കോസ്റ്റ്യൂം പാർട്ടിയിൽ വന്നത് ആരവാണ്. ആരവ് ഹോട്ടലിൽ സ്ഥിരമായി വരാറുണ്ട്. അയാൾക്ക് ഈ ഡക്കിനെ പറ്റി അറിയാം. മിസ്റ്റർ മെഹ്റയെ അയാൾക്ക് അറിയാം. മിസ്റ്റർ മെഹ്റയും ആരവ് പാർക്ക് നടത്തി. ആരവ് മെഹ്റയെ കൊന്നു കളഞ്ഞു. മെഹുൽ കേസിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. അപ്പോൾ മനസ്സിലായി മിസ്റ്റർ മെഹ്റ ആരവിന്റെ ഗേൾഫ്രണ്ടിന്റെ ഭർത്താവാണെന്ന്. അതിനാലാണ് ആരവ് മെഹ്റയെ കൊന്നത്. മെഹുൽ അയാളെ പിടികൂടി. ഈ ചോദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യൂ. വരൂ അടുത്ത റെഡിലേക്ക് പോകാം. രോഹിത് 10 വർഷമായി ടാക്സി ഓടിക്കുന്നു. എന്നാൽ അയാളുടെ കസ്റ്റമേഴ്സിനോട് അയാൾ എപ്പോഴും വഴക്കിടാറുണ്ട്. ഒരു ദിവസം അയാളുടെ കാർ സ്ട്രീറ്റിൽ കിടക്കുന്നത് കണ്ടു. കാറിൽ അയാളുടെ ഡെഡ് ബോഡി കണ്ടെടുത്തു. ആരോ അയാളെ കൊന്നതാണ്. ഇന്ന് രോഹിത്തിന്റെ കാറിൽ ആകെ 3 പേർ മാത്രമാണ് കയറിയത്. ഡിറ്റക്റ്റീവ് മെഹുൽ 3 പേരെയും ചോദ്യം ചെയ്തു. റോണക് പറഞ്ഞു, സർ, ഞാൻ രാവിലെ കോളേജിൽ പോകാനാണ് ടാക്സി എടുത്തത്. കോളേജിൽ എത്തിയപ്പോൾ അയാൾ പറഞ്ഞു അയാൾക്ക് 100 രൂപ അധികം വേണമെന്ന്. എന്റെ അടുത്ത് പണം കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ അയാളോട് ദേഷ്യപ്പെട്ടു. അതുകൂടാതെ വെറും 100 രൂപയ്ക്ക് വേണ്ടി ഞാൻ എന്തിനാണ് ഒരാളെ കൊല്ലുന്നത്? ശില്പ പറഞ്ഞു, സർ, എന്റെ അമ്മ ജെ ഹോസ്പിറ്റലിലാണ്. എനിക്ക് അത്യാവശ്യമായി ഹോസ്പിറ്റലിൽ എത്തണമായിരുന്നു. എന്നാൽ കാർ വളരെ പതുക്കെയാണ് പോയത്. അതുകൊണ്ട് ഞാൻ അയാളുമായി വഴക്കിട്ടു. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയത്. അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നറിയില്ല. രാം പറഞ്ഞു, ഞാൻ ഉച്ചയ്ക്ക് 1 മണിക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയിരുന്നു. ഒരുപാട് സാധനങ്ങൾ വാങ്ങി. അയാൾ ആ സാധനങ്ങൾക്ക് അധികം പണം വാങ്ങി. അതുകൊണ്ട് ഞാൻ അയാളുമായി വഴക്കിട്ടു. മെഹുൽ 3 പേരുടെയും മറുപടികൾ കേട്ടു. അങ്ങനെ മെഹുൽ മനസ്സിലാക്കി ആരാണ് യഥാർത്ഥ കൊലയാളിയെന്ന്. എങ്ങനെയാണ് മെഹുലിനെ യഥാർത്ഥ കൊലയാളിയെ കണ്ടുപിടിക്കാനായത്? എന്താ നിങ്ങൾക്ക് പറയാമോ? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. കൂടുതൽ സമയം ആവശ്യമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെക്കൂ. വരൂ ഇതിന്റെ ഉത്തരം നോക്കാം. 3 പേരിൽ ഏറ്റവും അവസാനം കാറിൽ കയറിയത് ശില്പയാണ്. റോണക്ക് രാവിലെയും രാം ഉച്ചയ്ക്ക് 1 മണിക്കുമാണ് കാറിൽ കയറിയത്. എന്നാൽ ശില്പ 2 മണിക്കാണ് കയറിയത്. അതും ജെ ഹോസ്പിറ്റലിൽ. കാറും ജെ ഹോസ്പിറ്റലിന് മുന്നിലാണ്. അപ്പോൾ ശില്പയാണ് അയാളെ കൊന്നത്. മെഹുൽ അങ്ങനെ അവളെ പിടികൂടി. വരൂ അടുത്ത വീട്ടിലേക്ക് പോകാം. ഒരു അമ്പലത്തിൽ ഒരുപാട് ചെരുപ്പുകൾ മോഷണം പോകുന്നു. പോലീസിന് ചെരുപ്പ് മോഷണത്തെ കുറിച്ച് ഒരുപാട് പരാതികൾ വന്നു. ഒരു ദിവസം പോലീസ് അവിടെ അന്വേഷിക്കാനായി ചെന്നു. എന്നാൽ പോലീസിന്റെ ചെരുപ്പും മോഷണം പോയി. ഈ കാര്യം ഡിറ്റക്റ്റീവ് മെഹുൽ അറിഞ്ഞു. പിറ്റേ ദിവസം മെഹുൽ ആ അമ്പലത്തിൽ എത്തിച്ചേർന്നു. എന്നാൽ മെഹുലിന്റെ ചെരുപ്പ് മോഷണം പോയില്ല. എങ്ങനെ? നന്നായി ആലോചിക്കൂ. എന്നിട്ട് പറയൂ, എന്തായിരുന്നു മെഹുലിന്റെ ഐഡിയ ചെരുപ്പ് കള്ളൻ മോഷ്ടിക്കാതിരിക്കാനായി?
നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. ഇനിയൊക്കെ പശു വെച്ച റോട്ടിസവും അറിയാം. വരൂ ഇതിന്റെ ഉത്തരം നോക്കാം. മെഹുൽ ഓരോ ചെരുപ്പും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വെച്ചു. ഒന്ന് ഇവിടെ വെച്ചു, രണ്ടാമത്തെ ചെരുപ്പ് ഇവിടെയും. കള്ളൻ വന്നു, എന്നാൽ ചെരുപ്പിന്റെ ജോഡി കിട്ടിയില്ല. അങ്ങനെ അയാൾ തിരികെ പോയി. വരൂ അടുത്ത വീട്ടിലേക്ക് പോകാം. മെഹുൽ ഒരു റൂമിൽ പെട്ടുപോയി. റൂമിൽ വെള്ളം കൂടി കൂടി വരുന്നു. മെഹുലിന്റെ അരയോളം വെള്ളമുണ്ട്. റൂമിന്റെ മുകൾ ഭാഗം തുറന്നതാണ്. ചോദ്യം ഇതാണ്, മെഹുൽ എങ്ങനെ മുകളിൽ വരെ എത്തും? റൂമിന്റെ ഹൈറ്റ് 10 മീറ്റർ ആണ്. ടേബിളും കസേരയും ഇട്ടാലും മെഹുലിന് രക്ഷപ്പെടാനാവില്ല. എങ്കിൽ നിങ്ങൾ പറയൂ, മെഹുൽ എങ്ങനെ മുകളിൽ വരെ എത്തും? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. ഈ ബോക്സ് വെച്ച് മെഹുലിന് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. കാരണം അതിനൊരു തുഴയുണ്ട്. വെള്ളം അകത്ത് കയറി ബോക്സ് താഴ്ന്നു പോകും. ഈ ബോൾ നോക്കൂ, ടേബിളിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നു. മെഹുൽ ആ ബോളിന് മുകളിൽ കയറി പതിയെ പതിയെ മുകളിൽ എത്തും. നിങ്ങൾക്ക് എന്ത് ഉത്തരമാണ് കിട്ടിയത്? നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള മികച്ച റിഡൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. അതും അങ്ങനെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് നമ്മുടെ ആദ്യത്തെ വീഡിയോ. ഇതിന് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യേണ്ടതാണ്. അപ്പം ബൈ. ഇത്രയുള്ളൂ.